ഹലോ, എല്ലാവർക്കും സ്വാഗതം. കൊറമാൻഡൽ ഫിഷസിൻ്റെ സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വെൽത്ത് ഓഫ് ടൈഡ്? അതായത് ടൈഡിൻ്റെ സ്വത്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈഡിൻ്റെ സ്വത്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈഡിൻ്റെ സ്വത്ത് എന്താണ്? മീനാണ്, ഫിഷസാണ് ടൈഡിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഈ സ്വത്ത് എടുക്കാനാണ് ഫിഷർമാൻ എങ്ങോട്ടേക്ക് പോകുന്നത്? കടലിലേക്ക് പോകുന്നത്. അപ്പം ദ വെൽത്ത് ഓഫ് ദ ടൈഡ് ഈസ് ഫിഷ്. ദ ഫിഷർമാൻ ഗോ ടു ദ സീ ടു ഗ്യാദർ ദിസ് വെൽത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലീപ്പിംഗ് വെൽത്ത്? ലീപ്പിംഗ് വെൽത്ത് എന്ന് വെച്ചാൽ എന്താണ് മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലീപ്പിംഗ് വെൽത്ത് എന്ന് വെച്ചാൽ എന്താ? പലതരം മീനുകൾ വെള്ളത്തിൽ ഓടി നടക്കുകയും ചാടി നടക്കുകയും ഒക്കെ ചെയ്യുന്നതാണെന്ന് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. വെള്ളത്തിലൂടെ എന്താണ് പല ടൈപ്പുള്ള മീനുകൾ ഓടിച്ചാടി നടക്കുക എന്നാണ് ഇതിൻ്റെ ലീപ്പിംഗ് വെൽത്ത് എന്നുള്ളതുകൊണ്ടുള്ള മീനിങ്. ഇറ്റ് മീൻസ് ദ വേരിയസ് ടൈപ്പ് ഓഫ് ഫിഷസ് ദാറ്റ് ആർ ജമ്പിങ് ആൻഡ് മൂവിങ് അബൌട്ട് ഇൻ ദ ടൈഡ്. Third question, what do the fishermen do when they hear the seagulls call? അതായത് കടൽക്കാക്കയുടെ വിളി കേൾക്കുമ്പോൾ മീൻപിടുത്തക്കാർ എന്താ ചെയ്യുന്നത്? കടൽക്കാക്കയുടെ വിളി കേൾക്കുമ്പോൾ എന്താ? മീൻപിടുത്തക്കാർ അതിൻ്റെ ആ കടൽക്കാക്ക എവിടെയാണുള്ളത് അതിൻ്റെ വഴിക്കാണ് പോകുന്നത്. കാരണം എന്താണ്? കടൽക്കാക്കയ്ക്ക് അറിയാം ഏറ്റവും കൂടുതൽ മീൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. When they hear the seagulls call, the fishermen hurry in track of the seagull because they know the seagulls know the location where there is plenty of fish. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് സോർട്ട് ഓഫ് സൗണ്ട് ക്യാൻ വൺ ഹിയർ ഏർലി ഇൻ ദ മോർണിംഗ്? അതിരാവിലെ ഏതെല്ലാം തരം ശബ്ദങ്ങളാണ് കേൾക്കാൻ സാധിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ? കടൽക്കാക്കയുടെ കരച്ചിലും തിരമാലകളുടെ തിരയടയ്ക്കുന്ന ആ ശബ്ദമൊക്കെ എന്താക്കാൻ പറ്റും? അതിരാവിലെ കേൾക്കാൻ പറ്റും. പിന്നെ അതിന് പുറമെ എന്താണ്? മീൻ പിടുത്തക്കാർ തങ്ങളുടെ വല എടുത്ത് ബോട്ടിൽ കയറ്റുന്ന സൗണ്ട്, ബോട്ടുകളിൽ കെട്ട് അഴിച്ച് കളയുന്ന സൗണ്ട്, ഇതൊക്കെ എന്താണ്? നമുക്ക് രാവിലെ കേൾക്കാൻ പറ്റും. പിന്നെ എന്താണ്? കടലിലേക്ക് ബോട്ട് തുഴഞ്ഞു പോകുന്ന ആ ഒരു സൗണ്ട് എന്താക്കാൻ പറ്റും? രാവിലെ കേൾക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? ഏർലി ഇൻ ദ മോർണിംഗ് വൺ ക്യാൻ ഹിയർ ദ സ്ക്രീച്ചിങ് സീഗൾസ് ആൻഡ് ദ വേവിങ് ലാഷിംഗ് എഗാൻസ്റ്റ് ദ ഷോ. ദെൻ വി ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് ദ ഫിഷർമാൻ ടാക്കിംഗ് ഇൻ ദെയർ നെറ്റ്സ് ഇൻ ടു ദെയർ ബോട്ട് ആൻഡ് ഗെറ്റിംഗ് റെഡി ടു റോ ഇൻ ടു ദ സീ ടു ക്യാച്ച് ഫിഷ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ വിൻഡ് ഡിസ്ക്രൈബ് ഇൻ ലൈൻ 2? ലൈൻ 2ൽ വിൻഡിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. In line 2, the wind is described as if it's asleep in the arm of the dawn like a child that had cried all night. അപ്പോൾ എന്താണ്? പുലർച്ചയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു കുട്ടിയായിട്ടാണ് കാറ്റിനെ രണ്ടാമത്തെ ലൈനിൽ വിവരിച്ചിട്ടുള്ളത്. രാത്രി മുഴുവൻ എന്താണ്? കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ക്ഷീണിതയായ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നത് പോലെയാണ് കാറ്റിനെ സെക്കൻഡ് ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ആർ റെഫേർഡ് ടു ആസ് ബ്രദേഴ്സ് ബൈ ദ പോയിറ്റ്? കവി പറഞ്ഞത് സഹോദരന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ദ പോയിറ്റ് റെഫേഴ്സ് ടു ദ ഫിഷർമാൻ ഓഫ് ദ കോറമാൻഡൽ കോസ്റ്റ്. She calls fisher, they make their living by fishing in the sea. They go in the group in their catamarans to the outer sea to catch fish. They go early in the morning. They fight against all odds to get their fish. Sometimes there are storm and mighty waves which threaten them, but they are understood and they continue with their work. If they don't go to the sea to catch fish, they and their family will starve as they have no other income. In spite of their hard work, they enjoy sight and sound of their sea. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ്? ഫിഷർമാൻ എന്താക്കുന്നുണ്ട്? രാവിലെ ആവുന്ന സമയത്ത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? കടലിലേക്ക് പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഫിഷസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിഷസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രാവിലെ തന്നെ പോകുന്നുണ്ട്. അത് പോകുന്ന വഴിക്ക് ഒരുപാട് ത്രെഡ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്, വലിയ വലിയ കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നൊക്കെ ഇവരെന്താക്കുന്നുണ്ട്? കടൽ ദേവതമാർ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്.
പിന്നെ ഇവർ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് കൂടി തന്നെ അവരെന്താക്കുന്നുണ്ട്, അവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് അവരെന്താക്കും, തിരിച്ച് വരാറുണ്ട്. അഥവാ അവരവരുടെ വർക്കിന് പോയിട്ടില്ലെങ്കിൽ, അവർ ഫിഷിങ്ങിന് പോയിട്ടില്ലെങ്കിൽ അവരുടെ ഫാമിലീസ് എന്താവും, വിശന്ന് മരിക്കും. അവർക്ക് എന്താണ്, വേറൊരു ഇൻകംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കടലിൽ പോയിട്ട് എന്താക്കുന്നത്, ഈ ഒരു മീനൊക്കെ പിടിക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ഡിസ്ക്രൈബ് ആസ് എ സ്വീറ്റ് ബൈ ദ ഫിഷർമാൻ. സ്വീറ്റ് അതായത് മനോഹരം എന്ന് മീൻപിടുത്തക്കാർ വിശേഷിക്കുന്നത് എന്തിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ആർ മെനി തിങ്സ് ദാറ്റ് ആർ സ്വീറ്റ് ടു ഫിഷർമാൻ. The shade of the coconut grove and the skin the mango groves are sweet. The sands are also beautiful when there is a full moon with all the sound which they love. The sweeter are the kisses of the spray and the dances of wild foam in joy. Even in the midst of their risk, the fisher have the heart to enjoy the beauties of nature. It shows that fishermen who look strong and rough in their psyche have a heart that can appreciate the beautiful sight and sounds around them. It is a quality that many of us don't have as we get immersed in our work, earn money. അപ്പോൾ ഇവരെന്തിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്, തെങ്ങിൻതോപ്പിലെ നിഴൽ എന്താണ്, അത്രയും നല്ല മനോഹരമാണ്. പിന്നെ മാന്തോപ്പിൽ എന്താണ്, നറുമണം എന്താണ്, അതും ഭയങ്കര സ്വീറ്റാണ്. പിന്നെ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ ആ സമയത്ത് കടലിനടുത്തുള്ള പൂഴിക്ക് എന്താണ്, നല്ല ഭംഗി ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താണ്, കടലിന് ചുറ്റുമുള്ള സൗണ്ട് അതും എന്താണ്, നല്ല മനോഹരമായിട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനെക്കാട്ടും മനോഹരം എന്താണ്, പതയുടെ ചുംബനം. പത വന്നിട്ട് എന്താക്കുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്, അത് മനോഹരമാണ്. പിന്നെന്താണ്, നുരകൾ എന്താക്കുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്, അതും എന്താണ്, അത്രയും മനോഹരമായിട്ട് ഇവർ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡു ദ ഫിഷർമാൻ സെറ്റ് ഔട്ട് ഫോർ ദ സീ. അതായത് എപ്പോഴാണ് മീൻപിടുത്തക്കാരെ കടലിലേക്കുള്ള യാത്ര തുടങ്ങുന്നതാണ് ചോദ്യം. The fishermen set out for the sea early in the morning. It is the time when the awakening skies spread to the morning light. At that time, the wind is asleep in the arm of dawn. The wind has been blowing all night and it is very tired. So it is asleep in the arm of the dawn like a child that has not slept in the night as it was crying all the time. Here the blowing of the wind at night is compared to the cries of a child at night. Fishermen have to start their work early in the morning because they have to row their catamarans to the deep to make a good catch of the leaping wealth of the tide, the fish. എപ്പോഴാണ് ഈ ഫിഷർമാൻ അവരുടെ യാത്ര തുടങ്ങുന്നത്? ഏർലി മോർണിംഗ് ആണ് അവർ യാത്ര തുടങ്ങുന്നത്. അവർ പറയുന്നുണ്ട് ആ സമയത്ത് വിൻഡ് എന്നാണ്, രാത്രി ഒരു വാശി പിടിച്ച് കരുന്നൊരു കുട്ടീനെ പോലെയും പകൽ എന്താണ്, അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ മാതിരിയാണ് വിൻഡിനെ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർ യാത്ര തുടങ്ങുന്നത് എപ്പോഴാണ്? ഏർലി മോർണിംഗ് ആണ് അവരുടെ യാത്ര തുടങ്ങുന്നത് കേട്ടോ. പിന്നെ അവർ പോകുന്നത് എങ്ങനെയാണ്? ഈ ഒരു സീഗാളിൻ്റെ ആ ഒരു സ്ക്രാച്ചിങ് സൗണ്ട് കേട്ടിട്ടാണ് ഇവരെന്താക്കുന്നത്, അതിൻ്റെ ഒരു റൂട്ടിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫിഷർമാൻസൊക്കെ മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് പോകുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് കോറമാൻഡൽ ഫിഷസ്. കോറമാൻഡൽ ഫിഷസിൻ്റെ തീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. In fact, the coromandel fishes has more than one theme. One, the face it describes the lifestyle of the fishermen of the Coromandel coast. It shows their culture of hard work, unity, and their love for the sea, which is their mother. They believe they are driven by sea god, in whose heart they will be safe in spite of the danger they face at sea. They can see another theme, the beauty of the sea. The sand are also beautiful when they are the full moon, with all the sound the fishermen love. The kisses of the spray and the dances of the wild foam enjoy a wonderful experience. We can also read another theme of fighting for freedom into it. Although the poem about the fisherman yet metaphorically reflect the poet's desire for free India, and thus she encourages the people of the nation and hastens the struggle. അപ്പോൾ എന്തൊക്കെ ഇതാണ് കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തെ തന്നെ പറയുന്നത് എന്താ,
അവരുടെ ഹാർഡ് വർക്ക്, അതായത് ഫിഷർമാൻസിൻ്റെ ഹാർഡ് വർക്കിനെയും അവരുടെ ലൈഫ് സ്റ്റൈൽസിനെയൊക്കെ പറ്റിയിട്ടാണ് ഒന്നാമതിൽ പറയുന്നത്. അവിടെ സീൻ എന്തായിട്ടാണ് കാണുന്നത്, മദറായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിലെന്തൊക്കെ കാണുന്നുണ്ട്, ബ്യൂട്ടി ഓഫ് സിസീൻ്റെ ബ്യൂട്ടി കാണിക്കുന്നുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് പൂർണ്ണചന്ദ്രൻ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് എന്താണ് പൂഴി എന്താണ് അത്രയും മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ പത വന്നിട്ട് എന്താക്കുന്നുണ്ട്, അവരെ കിസ്സസ് ചെയ്യുന്നുണ്ട്. ഫോം വന്നിട്ട് എന്താക്കുന്നുണ്ട്, ഡാൻസസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ് വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന വേറൊരു പ്രമേയമാണെന്ത്, ഫ്രീഡം. അതായത് ഫ്രീഡത്തിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ത്യൻ്റെ ഫ്രീഡത്തിനെ പറ്റിയിട്ട് എന്താക്കുന്നുണ്ട്, അതും ഇതിൽ പറയുന്നുണ്ട്. ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് അതിനെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയം ഉള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഇതിലെ ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പഠിക്കുക, എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ എന്താക്കുക താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.